ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പകല് താനിതുവഴി പോയിട്ടുണ്ടാവും, പക്ഷേ രാത്രി ഇവിടെ വന്നു നിന്നിട്ടുണ്ടോ? ഞാനെന്താ പ്രേതോ രാത്രി ഇതുവഴി ഇറങ്ങി നടക്കാൻ? പകൽ സമയത്ത് നമ്മൾ കാണുന്ന സ്ഥലങ്ങള് ആൾത്തിര കൊഴിഞ്ഞ് ഉറങ്ങാതെ കിടക്കുന്ന ഒരു സമയമുണ്ട്. നല്ല ചന്തുവാ അതൊന്ന് കാണാൻ. നമ്മുടെ സിറ്റിയൊക്കെ ഒന്ന് നോക്കി, വാഹനങ്ങളൊക്കെ ഒഴിഞ്ഞ് നിരത്തിന്റെ പൂർണ്ണ ഭംഗിയില് ലൈറ്റുകളൊക്കെ തെളിഞ്ഞിങ്ങനെ നിൽക്കുമ്പോ എന്തൊരു ഭംഗിയായിരിക്കും ഒന്ന് കാണാൻ. യാത്രകളിൽ കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ടായിരിക്കും വരണം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നത്. എന്റെ അവസ്ഥ എന്താണെന്നറിയോ? എവിടെയെങ്കിലും പോവാൻ വേണ്ടി കാറിൽ കയറിയിരുന്ന ആ സ്ഥലം എത്തിയില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. അപ്പോ പുറത്തെ കാഴ്ച കാണലൊക്കെ കുറവായിരിക്കും. അപ്പോ രാത്രിയുടെ സൗന്ദര്യം കാണിക്കാനായിട്ട് ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ വേറൊരു കാര്യം ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാ, ഈ ഫിദ മേഡത്തിന് അവരുടെ പഴയ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, പൂർണ്ണമായിട്ടും തനിച്ചാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഫിദ മേഡത്തിന്റെ ഭർത്താവ് മരിച്ചുപോയി. പിന്നെ ആരെക്കുറിച്ച് സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുമില്ല, ഞാനിട്ട് ചോദിച്ചിട്ടുമില്ല. ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങള് ഞാൻ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. ഫിദ മേഡത്തിന് തന്നോടുള്ള സ്നേഹം കണ്ടാല് ആർക്കും അസൂയ തോന്നിപ്പോകും. വിവാഹത്തിന് ഫിദ മേഡം തനിക്ക് സമ്മാനിച്ചത് ലക്ഷക്കണക്കിനുള്ള ആഭരണങ്ങളാ. ദേ നോക്ക്, ഇപ്പൊ നമുക്ക് പ്രസന്റ് ആയിട്ട് വാങ്ങിത്തരാൻ ഉദ്ദേശിക്കുന്നതും കോടികൾ വില വന്നിക്കുന്ന കാറും. അങ്ങനെയൊക്കെ ഒരാൾ ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തോ കാര്യമുണ്ട്. വേറെന്താ? എന്നെ ഫിദ മാഡം സ്വന്തം മോളെന്നല്ലേ പറയുന്നേ? എനിക്ക് അതൊന്നുമല്ല. ഫിദ മാഡത്തിന്റെ സർവ്വ സമ്പത്തും എനിക്കാണെന്നൊക്കെയാ പറഞ്ഞിട്ടുള്ളത്, അറിയോ? ഞാൻ അതറിയാൻ വേണ്ടതെന്നല്ല ചോദിച്ചത്. എന്റെ മനസ്സിൽ എന്തോ ചില കഥകളൊക്കെ വരുന്നുണ്ട്. എന്ത് കഥ? അതൊന്നും തന്നോട് ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ അതിന്റെ ഒരു അന്വേഷണത്തില. എന്ത് അന്വേഷണം? ഫിദാമേടവും താനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം ഒരു രക്തബന്ധത്തിനേക്കാൾ ശക്തമായി അത് മുന്നോട്ട് പോകുന്നതിന്റെ ചില തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ട്. അത് വൈകാതെ ഞാൻ കണ്ടുപിടിക്കും. അതെ, സത്യത്തിൽ എന്തേലും പ്രോബ്ലം ഉണ്ടോ? അല്ല, ഈ രാത്രിയെക്കുറിച്ച് കുറച്ചു മുമ്പ് എനിക്ക് മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പതാ ഫിദ മാഡത്തിനെ കുറിച്ച് പറയുന്നു. അതുകൊണ്ടാ ഞാൻ ചോദിച്ചേ. എനിക്ക് വട്ടുണ്ടോന്നാണോ? ഹാ, അതിലിപ്പോ സംശയം എന്താ? അല്ലെങ്കിൽ ഫിദ മാഡത്തിനെ കുറിച്ച് ഇങ്ങനെ ഒരു സംശയം ചോദിക്കില്ലല്ലോ. ഈ സംശയങ്ങളെ രണ്ടു തരമുണ്ട്. ഒരാളിൽ കുറ്റമുണ്ടെന്ന് കരുതി സംശയിക്കുക, ഒരാളിൽ നന്മയുടെ പേരിലും സംശയിക്കാം. ഫിദ മേഡത്തിന്റെ കാര്യത്തില് നന്മ കൂടിപ്പോയതിന്റെ സംശയം. അതുകൊണ്ട് അതിൽ ടെൻഷൻ അടിക്കണ്ട. എന്തായാലും നമുക്ക് പോവാം. അപ്പോ ഈ രാത്രിയുടെ മനോഹാരിത ആസ്വദിക്കുന്നില്ലേ? താൻ കളിയാക്കണ്ട. ഒരിക്കൽ ഞാൻ ഇതിനൊക്കെ ഉത്തരം തരും.